നമസ്കാരം. ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇതിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം ചെയ്ത് അന്നത്തെ ഗതാഗത മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജു ആണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചടങ്ങ് ഇന്നതിന്റെ വിതരണവും ഈ ചടങ്ങിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നത് ഗതാഗത മന്ത്രി ശ്രീ കെ.ബി. ഗണേഷ് കുമാറാണ്. ഈ പരിപാടിയിൽ പ്രസ് ക്ലബ്ബുമായി പൂർണ്ണമായി സഹകരിക്കുന്ന എം ഡി ദീപ് സത്യനെ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ക്ലബിന്റെ സ്വാഗത പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൊടുക്കാനാണ് ആലോചിച്ചത്. അതിപ്പോ തന്നെ കൊടുക്കാം. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സ്വാഗതം. തീ പിടിക്കുന്ന കാലത്ത് മന്ത്രിക്ക് സ്വാഗതം. ജില്ലാ ഫയർ ഓഫീസർ ശ്രീ സൂരജ് എസിന് മതിയല്ലോ. ക്ലബിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അഭിമാന നിമിഷമാണ്. കാരണം നമ്മുടെ പ്രവർത്തനം ചെയ്യുന്നത് അത് ആദ്യഘട്ടത്തിൽ 100 പേർക്ക് കൊടുത്തു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ 100 പേർക്ക് നൽകുകയാണ്. അതുകൊണ്ട് പ്രസ് ക്ലബിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ PR പ്രവീൺ അവർ, സ്വാഗതം ആശംസിച്ച പ്രസ് ക്ലബിന്റെ സെക്രട്ടറി ശ്രീ M രാധാകൃഷ്ണൻ അവർ, ഇവിടെ എത്തിയിട്ടുള്ള ജില്ലാ ഫയർ ഓഫീസർ ശ്രീ S സൂരജ്, ഫയർ കെയർ എന്ന സ്ഥാപനത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും MD ആയിട്ടുള്ള ശ്രീ ദീപ് സത്യൻ, പ്രിയങ്കരനായ പ്രസ് ക്ലബിന്റെ ട്രഷറർ B അനീഷ്, ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ, പ്രസ് ക്ലബിലെ അംഗങ്ങൾ, ഫയർ കെയർ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനികൾ, പ്രസ് ക്ലബിലെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒപ്പമുണ്ട് പ്രസ് ക്ലബ്ബ് എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രണ്ടാം ഘട്ടമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രസ് ക്ലബിലെ അംഗങ്ങളുടെ വാഹനങ്ങളിൽ സൂക്ഷിക്കുന്നതിനുള്ള പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ വിതരണം ചെയ്യുന്നത്. ഇത് വാഹനങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ വീടുകളിലും ഉപയോഗിക്കാം. പ്രത്യേകിച്ച് വീട്ടിൽ അടുക്കളയോട് ചേർന്ന ഭാഗത്ത് എവിടെയെങ്കിലും സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഈ ഉപകരണം ഫലപ്രദമാണോ എന്ന് നമ്മൾ താഴെ വെച്ച് പരിശോധിച്ചു. അതിന്റെ ഡെമോ ആണ് നടന്നത്. പരമാവധി തീരെ അടുത്തോട്ട് പോയി അണച്ചാൽ പെട്ടെന്ന് അണയും, ഒറ്റയടിക്ക് അണയും. ദൂരെ നിന്ന് അടിച്ചാൽ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കും. 5-6 അടി അടിയുമ്പോൾ ഗ്യാസ് തീരും. അപ്പൊ അതുകൊണ്ട് യുക്തിസഹമായി ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തീപിടിക്കുന്ന അനേക സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്താണ് ഇല്ലാത്തത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വാഹനം വാങ്ങുമ്പോൾ, പുതിയ വണ്ടി വാങ്ങുമ്പോൾ ഇതുപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഫ്രണ്ട് സീറ്റിന്റെ, ഡ്രൈവറുടെ സീറ്റിന്റെ താഴെ ഒരു ലോക്ക് വെച്ച് ഇങ്ങനെ പിടിപ്പിച്ചു വെച്ചേക്കുന്നതാണ്. അപ്പൊ തീ പിടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ തന്നെ ബോണറ്റിനാണ് തീ പുക കണ്ടാൽ ഉടൻ തന്നെ ബോണറ്റ് തുറക്കുക എന്നുള്ളതാണ്. ബോണറ്റ് തുറക്കുക, ഈ സാധനം എടുത്തുകൊണ്ടാണ് ഇറങ്ങുന്നത്. ഇവിടെ പലപ്പോഴും നമ്മളുണ്ട്, പുകഞ്ഞു തുടങ്ങിയാൽ കത്തിത്തീരുന്നവരെ നമ്മൾ നിൽക്കുകയാണ്. ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ 1-2 KSRTC ബസ്സിന് തീ പിടിച്ചു. അപ്പൊ ഞാന് നോക്കിയപ്പോൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ വാങ്ങിയത് അങ്ങനെ 10, 2500, 3000 ഫയർ എക്സ്റ്റിംഗ്വിഷർ വാങ്ങിച്ച് വണ്ടി വെച്ചു കൊടുത്തു. ഒരു സ്ഥലത്ത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ആര്യങ്കാവിൽ ഒരു വീടിന് തീ പിടിച്ചു.
ഫയർ എഞ്ചിൻ ഒരിക്കലും എത്താത്ത സ്ഥലത്താണ്. പക്ഷെ KSRTC ഡ്രൈവർ ഇത് കണ്ടുകൊണ്ട് ബസ്സിലിരുന്ന എക്സ്റ്റിംഗ്വിഷർ അടുത്ത് പോയി ആ വീടിന്റെ പാവപ്പെട്ടവരുടെ വീടിന്റെ തീ അണച്ചു കൊടുത്തു. അത് നല്ല കാര്യം. ശബരിമലയിൽ ഒരു ബസ്സിന് തീ പിടിച്ചു പമ്പയിൽ. എന്ത് ചെയ്തു ഡ്രൈവർ? ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ അകത്ത് വെച്ചിട്ട് 2 കോടി രൂപയ്ക്ക് മേളിൽ വിലയുള്ള വോൾവോ ബസ് കത്തി അമരുന്നതിന്റെ വീഡിയോ 4 ചുറ്റും നടന്ന് പകർത്തി ഫേസ്ബുക്കിലിട്ടു. വ്യത്യാസം അതാ. മറ്റേ ഡ്രൈവറുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ആ വീട്ടുകാർക്ക് ഉപകാരം ചെയ്തു. നമുക്ക് ഉപകാരം ചെയ്തില്ലെങ്കിൽ വീട് പണ്ട് ബസ്സിന് തീ പിടിച്ചില്ലല്ലോ. എന്നാലും ആ സാധനം കൊണ്ട് ആ വലിയൊരു ദുരന്തം ഒരു സാധു മനുഷ്യന്റെ വീട് കത്തിത്തീരുന്നതിൽ നിന്ന് അവർ രക്ഷിക്കാനായി കഴിഞ്ഞെങ്കിൽ മറുവശത്ത് എക്സ്റ്റിംഗ്വിഷർ അകത്ത് തന്നെ വെച്ചിട്ട് ചുറ്റും നടന്ന് വീഡിയോ എടുത്ത് അപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഇട്ട്. കാരണം ബസ് സ്വന്തമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബസ് കത്തി അമരുന്നതിന്റെ മനോഹരമായ ദൃശ്യം. നമ്മൾ ഈ സ്റ്റീവൻ സ്പിൽബർഗിനെ പറ്റി പറയും. സ്പിൽബർഗിന്റെ അച്ഛൻ അദ്ദേഹത്തിന് ഒരു ക്യാമറ വാങ്ങിച്ചു കൊടുത്തു കുട്ടിയായിരിക്കുമ്പോൾ. അദ്ദേഹത്തിന്റെ ഒരു വാസനയാണ്. അപ്പൊ ഒരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തെന്നാ പറഞ്ഞത്. അപ്പൊ ഈ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിന് എവിടെ ഉപയോഗിക്കണമെന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അങ്ങനെ വീട്ടിലാരും ഇല്ല സമയം നോക്കി വീടിന്റെ അകത്ത് കുറെ തുണിയെല്ലാം വാരി കൂട്ടിയിട്ടിട്ട് കണ്ണാടിയുടെ വെളിയിൽ പോയി നിന്നു. എന്നിട്ട് ഇതങ്ങ് തീ വെച്ചു. തീ വെച്ചിട്ട് ഈ കത്തുന്നത് അങ്ങനെ ഷൂട്ട് ചെയ്തെടുത്തു എന്ന് അദ്ദേഹത്തെ കുറിച്ച് കുട്ടിക്കാലത്തെ കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇത് കത്തുന്നത് മനോഹരമായി ഷൂട്ട് ചെയ്തു. അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ളതല്ല. ഇത് തീ അണയ്ക്കാൻ വളരെ ഉപകാരപ്പെടും. പ്രത്യേകിച്ച് വാഹനത്തെക്കാൾ ഉപരി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീട്ടിലായിരിക്കും. വീട്ടിലെ അമ്മയോ ഭാര്യ ആരാന്ന് വെച്ചാൽ ഏൽപ്പിക്കുക. കാരണം ഇത് കാണുന്നിടത്ത് വെക്കണം കേട്ടോ. കട്ടിൻ്റെ അടിയിലൊന്നും കൊണ്ട് വെച്ചില്ലേ. കാരണം തപ്പി കിടന്നിട്ട് അവസാനം തീ അണയ്ക്കാൻ സമയത്ത് ഇതും കൂടെ കത്തിപ്പോവും. അതുകൊണ്ട് നിങ്ങളത് ഉപയോഗപ്പെടുത്തണം. പ്രസ് ക്ലബിന്റെ ഈ നടപടി വളരെ നല്ലതാണ്. പ്രസ് ക്ലബിൽ വന്നപ്പോൾ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിന്റെ ഒരു നിവേദനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പ്രസിഡന്റ് എനിക്ക് തന്നതാണ്. KSRTCയുടെ ബുക്കിംഗ് റിസർവേഷൻ കൗണ്ടറുകൾ ഒഴിവാക്കുകയാണ് ഘട്ടം ഘട്ടമായിട്ട്. ഒഴിവാക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു സംവിധാനമാണ്. KSRTCയുടെ പുതിയ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ റിസർവേഷൻ സിസ്റ്റത്തിനകത്ത് തീർച്ചയായിട്ടും അതുകൂടി ഉൾപ്പെടുത്തും. ഒരു കാരണവശാലും അങ്ങനെ ഒരാൾക്കും അത്തരത്തിലൊരു അവസരം നഷ്ടപ്പെടുത്തുകയില്ല. എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു ആപ്പായിരിക്കും. ആപ്പിൽ വേണ്ട മാറ്റങ്ങൾ ഇങ്ങനെയുള്ള സജഷൻസ്. ഇപ്പോൾ ഈ ഒരു സജഷൻ നല്ലതാണ്. ഇത് പറയുമ്പോൾ ഇന്ന് തന്നെ ആ ആപ്പ് ചെയ്യുന്നവരോട് ഇതുകൂടി ഉൾപ്പെടുത്തും. പ്രത്യേകിച്ച് ബ്ലൈൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പാണ് വരുന്നത്. കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് കേട്ടുകൊണ്ട് തന്നെ റിസർവ് ചെയ്യാനും വണ്ടിയുടെ അവൈലബിലിറ്റി എല്ലാം അറിയാനും വേണ്ടിയുള്ള ആപ്പാണ് കൊണ്ടുവരുന്നത്. ചെറിയ സംവിധാനമല്ല. KSRTCയുടെ ഡിജിറ്റലൈസേഷൻ, സുരക്ഷിതത്വം. KSRTC യാത്ര സുരക്ഷിതമാണെന്ന് അവിടെ ഞങ്ങൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ വാങ്ങിച്ചു വെക്കാനുള്ള കാരണം KSRTC യാത്ര സുരക്ഷിതമാണ്. ഡ്രൈവർമാരും കണ്ടക്ടർമാരും മദ്യപിച്ച് വണ്ടി ഓടിക്കില്ല. മര്യാദയ്ക്ക് വണ്ടി ഓടിക്കും. ഇടിയും തട്ടും കൊലയൊക്കെ കുറവാണ് എന്നൊക്കെ വരുമ്പോൾ യാത്രക്കാരെ എണ്ണം വർദ്ധിക്കും. ഈ റിസർവേഷൻ ആപ്പ് നമ്മൾ മാറ്റുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ചെറുപ്പക്കാരായ പല കുട്ടികളും സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കിയിട്ട് KSRTCക്ക് വേണ്ടി ആപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട്. KSRTC റിസർവേഷൻ ആപ്പ്, അതുപോലെ KSRTCയിലെ വണ്ടിയുടെ വരവ് പോക്കെല്ലാം കാണാനായിട്ട്. ഈ ഡേറ്റ എല്ലാം KSRTCയിലാണ്. ഞാൻ ഈ പ്രസ് ക്ലബ്ബിൽ വെച്ച് പറയുന്നു, നിങ്ങൾ മാധ്യമത്തിൽ വാർത്തയായി കൊടുക്കണം. ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ, സ്റ്റാർട്ടപ്പുകാർ ഉണ്ടാക്കി ഒരുപാട് ആപ്പുകൾ. എനിക്ക് മുമ്പിരുന്ന മന്ത്രിയുടെ കാലത്തും CMDയുടെ കാലത്തും അവർ ആപ്പുകൾ ഉണ്ടാക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല നിലവാരമുള്ള ആപ്പുകൾ ക്ഷണിക്കുന്നു. കൊണ്ടുവന്നാൽ അവർക്ക് ഈ ഒരു കണക്ടിവിറ്റി KSRTC. അപ്പൊ പല ആപ്പുകൾ ഇപ്പൊ റെയിൽവേ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ ട്രെയിൻ എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് പോകുന്നത് അറിയുന്നത് പോലെ സ്റ്റാർട്ടപ്പ് ആയ ചെറുപ്പക്കാരായ ആളുകൾ, കുട്ടികൾ കൊണ്ടുവരുന്ന ആപ്പുകളെ അംഗീകരിക്കുകയും KSRTCയുമായി ഒരു ലിങ്കിൽ എത്തുകയും ചെയ്യുമ്പോൾ ഈ ആപ്പുകളിലൂടെയെല്ലാം റിസർവേഷൻ അനുവദിക്കും. ഇവർക്ക് എന്താ വരുമാനം എന്ന് ചോദിച്ചാൽ ഈ റിസർവേഷന് കിട്ടുന്ന ഒരു പെർസെൻറ്റേജ് നമ്മളിപ്പോൾ ഒരു കമ്പനി കൊടുക്കുന്നു. ആ പെർസെൻറ്റേജ് അവർക്ക് കിട്ടും. അല്ല നമ്മളെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തുള്ള പരിപാടിയൊന്നുമില്ല. അവർ വഴി എത്ര ടിക്കറ്റ് റിസർവ് ചെയ്യുന്നു, ഇപ്പോൾ റിസർവേഷൻ എത്ര ചാർജ് കൊടുക്കുന്നു, ആ പൈസ അവർക്ക് കൊടുക്കും. അപ്പൊ പല പല ആപ്പുകളിൽ കൂടി നിങ്ങൾക്ക് റിസർവ് ചെയ്യാൻ കഴിയും. നിങ്ങളൊരു ആപ്പിൽ കയറി നോക്കുന്നു, നിങ്ങൾക്ക് തോന്നുന്നു ഈ ആപ്പിനേക്കാൾ ബെറ്ററും ഫാസ്റ്റും വേറൊരു ആപ്പാണെന്ന് തോന്നിയാൽ അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ നമ്മൾ റെയിൽവേയുടെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഏതാണ് 5 സ്റ്റാർ ഉള്ളത്, ഏതാണ് കൂടുതൽ റേറ്റിംഗ് ഉള്ളത് നോക്കിയിട്ടാണ്. അതുപോലെ റേറ്റിംഗ് നോക്കി ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ചെറുപ്പക്കാരായ പലരും മുന്നോട്ട് കൊണ്ടുവന്ന ആപ്പുകൾ അത് പരിശോധിച്ച് KSRTC അവർക്ക് കൂടി അനുവാദം കൊടുക്കും. അപ്പൊ അതിലൂടെ നമുക്ക് റിസർവ് ചെയ്യാം, പേയ്മെന്റ് നടത്താം, എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന ഒരു സംവിധാനം വരും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു നല്ല സമ്മാനമാണ്. അപകടരഹിതമായ ഒരു ജീവിതം ഉറപ്പുവരുത്തുന്നതിന് പ്രസ് ക്ലബ് അനേകം പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ഒരു പ്രസ് ക്ലബായി കേരളത്തിലെ പ്രസ് ക്ലബിന് മാറാൻ കഴിഞ്ഞു വന്ന അഭിനന്ദനാർഹമായ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു സംസ്ഥാനത്തെ, രാജ്യത്തെ മുഴുവൻ പ്രസ് ക്ലബ്ബുകളെയും അവലോകനം ചെയ്ത് കൊടുക്കുന്ന ഒരു അവാർഡിൽ ഒന്നാമതെത്താൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ നിങ്ങളുടെ വാഹനത്തിലെയും വീട്ടിലെയും തീ അണയ്ക്കട്ടെ. വാർത്തകളുടെ അഗ്നി ജ്വലിപ്പിക്കുന്ന നിങ്ങളുടെ തീ അണയ്ക്കരുത്. വാർത്തകളുടെ തീ അണയ്ക്കരുത്. വാർത്തകളുടെ അഗ്നി ഒരുക്കുന്ന നിങ്ങളുടെ വീടുകളുടെയും വാഹനങ്ങളുടെയും ഒക്കെ തീ അണയ്ക്കാൻ ഇത് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാർത്തകളുടെ തീ അണയാതെ തന്നെ
കത്തിച്ചു നിർത്താൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ ഒരു ഏകപക്ഷീയമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ദുരന്തങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഫയർ സർവീസിന് എല്ലായിടത്തും നമുക്ക് തീപിടുത്തം ഉണ്ടാവുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഓടിയെത്തുന്നതിനൊന്നും നമുക്ക് പ്ലസ് സംവിധാനങ്ങൾ, റെസ്പോൺസ് ടൈമൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 127 ഫയർ സ്റ്റേഷനുകളാണുള്ളത്. അപ്പം തീപിടുത്ത സമയങ്ങളിൽ തന്നെ നമുക്ക് റെസ്പോൺസ് ടൈം കുറച്ച് നമ്മൾ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ അപകടങ്ങളും ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് നമുക്ക് ഇതുപോലെയുള്ള ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്ന അവസരത്തിൽ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് അതിനെ അണയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് ഈ പ്രാഥമിക അഗ്നിശമന ഉപകരണമായിട്ടുള്ള എക്സ്റ്റിംഗ്വിഷറുകളുടെ ഉപയോഗം. അപ്പം പ്രധാനമന്ത്രി ഒരിക്കലും ഞാൻ ഈ ശബരിമല ഡ്യൂട്ടി എടുക്കുന്ന അവസരത്തിൽ അവിടെ ഒരു എൽ പി ജി ഫയർ ഉണ്ടായി ഒരു ഹോട്ടലിൽ. ആ ഫയർ ഉണ്ടായ അവസരത്തിൽ ഞങ്ങളിങ്ങനെ ഫയർ സർവീസിലെ ആൾക്കാർ അവിടെ ഓടി എത്തിയ അവസരത്തിൽ ഈ എക്സ്റ്റിംഗ്വിഷർ ആ തീയിലേക്ക് എടുത്തിട്ടിട്ട് ഓടിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ പറ്റിയുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെയാണ് ഈ എക്സ്റ്റിംഗ്വിഷർ പ്രവർത്തിപ്പിക്കേണ്ടത്, ഇത് എങ്ങനെയാണ്, ചില ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പൊ അതിൽ തന്നെ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഏത് ക്ലാസ്സിലുള്ള ഫയറിന് എങ്ങനെയുള്ള, എ ക്ലാസ് ആണോ ബി ക്ലാസ് ആണോ, അത് കാർബണേഷ്യസ് ആണോ ലിക്വിഡ് ആണോ, അങ്ങനെയുള്ള അതിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്, ബഹുമാനപ്പെട്ട മന്ത്രി ഉപയോഗിച്ച് നിങ്ങൾ കണ്ടു, വളരെ ഈസി ആയിട്ട് തന്നെ ഇത് അണയ്ക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെയുള്ള തീപിടുത്തങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെറിയൊരു സ്പാർക്കിലൂടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് ആർക്കിലൂടെയൊക്കെ ഉണ്ടാകുന്ന ഫയർ ആയിരിക്കും വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിലേക്ക് വഴിവെക്കുന്നത്. അപ്പൊ അത് സമയബന്ധിതമായിട്ട് നിങ്ങൾക്ക് ഇതെടുത്ത് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദുരന്തം, ജീവഹാനിയൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടീസിന്റെ ലോസ് ഒക്കെ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പം ഫയർ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ്. ഈ ദീപു ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇതേപോലെയുള്ള ഇതിങ്ങനെ ഈ സംരംഭം എന്ന് പറയുന്നത് നമുക്കൊരു സുരക്ഷാ ബോധം കൂടെ നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നതാണ്. സാധാരണ പ്രസ് ക്ലബ്ബ് എടുത്ത ഈ ഇനിഷ്യേറ്റീവ് വളരെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഇതൊരു നല്ലൊരു ഇതാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ട്രാൻസ്പോർട്ട് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ അവർകൾ, പ്രസിഡന്റ്, സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണൻ, അതുപോലെ നമ്മുടെ ജില്ലാ ഫയർ ഓഫീസർ സൂരജ് സാറ്, ട്രഷറർ. അപ്പോൾ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് സേഫ്റ്റിയുടെ കാര്യങ്ങൾക്ക് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പൈസ ഉണ്ടാക്കുന്നതിൻ്റെ പുറകെ നമ്മൾ ഓടുമ്പോൾ എന്തെങ്കിലും ഒരു സേഫ്റ്റി, പ്രാക്ടീസ് സേഫ്റ്റി, എവറി ഡേ സേഫ്റ്റി ഹാസ് നോ ഹോളിഡേ എന്നാണ് പറയുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഒരു അപകടം സംഭവിക്കാം. അപ്പം അതിനെ പ്രതിരോധിക്കും. അപ്പം ഗണേഷ് കുമാർ സാർ പറഞ്ഞതുപോലെ, അതായത് നമ്മുടെ വാഹനത്തിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇരുന്നാൽ നമ്മുടെ സുരക്ഷ മാത്രമല്ല, നമ്മുടെ ശരിയായ ഇടപെടൽ ഉണ്ടെങ്കിൽ, വേറൊരു വാഹനം കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടെങ്കിൽ ഇത് എടുത്തു വെച്ച് നമുക്ക് പെട്ടെന്ന് അവരുടെ ജീവൻ രക്ഷിക്കുവാനും സാധിക്കും. തുച്ഛമായി 2500 രൂപ മാത്രം വിലയുള്ള ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെയോ ജീവൻ തന്നെ രക്ഷിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ എവിടെ പോയിരുന്നാലും ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇല്ലാതെ ഒരു വാഹനം വെളിയിലേക്ക് ഇറങ്ങില്ല. എല്ലാ കിച്ചണുകളിലും. അപ്പോൾ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇപ്പോ ഗണേഷ് കുമാർ സാറിനെ തന്നെ ക്ഷണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പുരോഗമന ചിന്താഗതിയോടുകൂടി നമ്മുടെ രാഷ്ട്രീയത്തിൽ, നമ്മുടെ മന്ത്രിമാരിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഇതൊരു പുരോഗമന ചിന്താഗതി തന്നെയാണ്. തീർച്ചയായും സാർ പറഞ്ഞു, ആദ്യമായിട്ട് നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ നമ്മുടെ ബസ്സുകളിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ നമ്മുടെ എല്ലാ വാഹനങ്ങളിലും ഇത് വെക്കുക. നമ്മളിപ്പം ഒരു തീപിടുത്തം ഉണ്ടായാൽ നമ്മുടെ ഈ 400 ഡിഗ്രിക്ക് പുറത്ത് ചൂടുണ്ടാവും. അപ്പൊ ഈ നമ്മുടെ ഈ വാഹനത്തിനകത്തുള്ള വാഷറുകളും അതുപോലെ തന്നെ ഓറിങ്സും എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടിൽ അങ്ങ് ഉരുകിപ്പോകും. നമ്മൾ ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ വെള്ളമോ മറ്റോ കോരി ഒഴിക്കുമ്പോൾ എഞ്ചിനകത്ത് ഈ വെള്ളം ഇറങ്ങിപ്പോവുകയും നമുക്ക് ആ എഞ്ചിൻ മൊത്തം മെയിൻ്റനൻസ് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണെങ്കിൽ തീയെ മാത്രം അണയ്ക്കും, അകത്ത് ഇന്റേണൽ പാർട്സിനൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഉണ്ടാക്കില്ല. അപ്പൊ ഇത് വളരെ ഉപയോഗപ്രദമാണ്. അപ്പൊ ഇത് ഇന്ന് തൊട്ട് ഇതിനി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ സേഫ്റ്റിക്കും നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കും അയൽവാസികൾക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായ സാധനമാണ് ഇത്. 99-ലാണ് ഫയർ കെയർ എന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. ഈ വർഷം ഞങ്ങളുടെ 25ാമത്തെ വാർഷികമാണ്. അപ്പോൾ എൻ്റെ ഒരു ഡ്രീമായിരുന്നു സ്വന്തം ഓൺ പ്രോഡക്റ്റ്
ഫയർ എക്സ്റ്റിങ്വിഷർ, ഇങ്ങനെ കിച്ചണിലും കാറുകളിലും. അപ്പം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. നന്ദി പ്രകാശിപ്പിക്കാൻ ട്രഷറർ വി വിനീഷിനെ ക്ഷണിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.